ഈ ജപമാല എടുക്കത്തില്ല കയ്യില്. അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിച്ച് സ്നേഹിച്ചിട്ട് ഇത് ചൊല്ലിയാൽ ഏത് വ്യക്തിയുടെ ആത്മീയത തളരുന്നേ? ആരുടെ ആത്മീയത തളർന്നു പോകുന്ന, മരവിക്കുന്നേ? ഞാൻ ഇനിയും നിങ്ങളോടൊരു ഹാണിങ് തരാൻ ആഗ്രഹിക്കുക. ധ്യാനകേന്ദ്രങ്ങൾ പലതും തുറന്നു തുടങ്ങി, പലരും ഓടാനും തുടങ്ങി. പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പോണം. എന്തിനു പോണെന്നും കൂടി ചിന്തിക്കണം. ഇനിയും IELTS പാസ്സാക്കാൻ വേണ്ടി, ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി, കൊച്ചിന്റെ എക്സാം പാസ്സാക്കാൻ വേണ്ടി, കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി, ഇതിനൊക്കെയാണ് മക്കളെ ഇനിയും നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഓടാനായിട്ട് പോകുന്നതെങ്കിൽ മക്കളെ ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നമുക്ക് വരാൻ പോകുന്ന ദുരിതം, വരാൻ പോകുന്ന ദുരന്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങി നിർത്താൻ പറ്റാത്തതായിരിക്കും. ഇനി തീർത്ഥാടന കേന്ദ്രം, ഇനി ദേവാലയം, ഇനി പ്രിയപ്പെട്ട ദൈവമക്കളെ കൺവെൻഷൻ മന്ദിലിൽ പോകുന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷ്യം. ഒന്ന്, ആത്മരക്ഷ, ആത്മരക്ഷ, ആത്മരക്ഷ. 2, പരിഹാരം, പ്രാശ്ചിത്തം, പ്രാർത്ഥന. ഇതിനു വേണ്ടിയുള്ള കൃപ മേടിക്കാൻ. പരിശുദ്ധ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിച്ച് സ്നേഹിച്ച ഒരു ദൈവ പൈതന്റെ ജീവിതത്തിലും എത്ര പള്ളി അടച്ചാലും, എത്ര വർഷം ധ്യാനം കൂടാൻ പറ്റിയില്ലെങ്കിലും, ഒരിടത്തും ഒരു കൗൺസിലിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിലും, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയത തളരില്ല. കാരണം എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ മേഖലയ്ക്ക് അമ്മയായിട്ട് ദൈവം തന്നിരിക്കുന്ന വ്യക്തിയാ പരിശുദ്ധ കന്യക. ഈ അമ്മയുണ്ടെങ്കിൽ എങ്ങനെയാ മക്കളെ ആത്മീയത തളരുന്നേ? എന്റെയും നിന്റെയൊക്കെ ആത്മീയത, പള്ളി അടയ്ക്കപ്പെട്ടു, ധ്യാനകേന്ദ്രങ്ങൾ ഇല്ലാതായി എന്ന് പറഞ്ഞപ്പോൾ ആത്മീയത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ, ചടങ്ങിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്ന മക്കളാണ് നമ്മളൊക്കെ. സഭയിലെ പാഷാണ്ടികളും ശക്തി പ്രാപിച്ചപ്പോൾ സഭയും ദൈവജനവും പോയി കെട്ടിപ്പിടിച്ചത് മറ്റാരെയുമല്ല, അത് പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. സഭയിലെ കുരിശു യുദ്ധങ്ങളിൽ, ലപ്പന്റെ യുദ്ധങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ സഭ പോയി കെട്ടിപ്പിടിച്ചത് മറ്റാരെയുമല്ല, അത് അവിടെ അമ്മ മാതാവിനെയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ സഭയുടെ ഭൗതിക ആത്മീയ മേഖലയിൽ ചില ഞെരുക്കങ്ങള്, ചില എതിർപ്പുകള് കടന്നു വന്നപ്പോൾ സഭാ മക്കളും സഭാ നേതൃത്വവും ആദ്യം പോയി കെട്ടിപ്പിടിച്ചത് പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. അതോടൊപ്പം തന്നെ സഭയ്ക്കെതിരായി രാജ്യവും ജനതയും ഒറ്റക്കെട്ടായിട്ട് സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന സമയത്ത് സഭയും സഭാ നേതൃത്വവും സഭാ ജനതയും പോയി കെട്ടിപ്പിടിച്ചത് മറ്റാരെയുമല്ല, അതും അമ്മ മാതാവിനെയാണ്. സഭയിൽ ഓരോ തരത്തിലുള്ള വിശ്വാസരാഹിത്യം വന്നപ്പോൾ, നേതൃത്വ മേഖലയിൽ പല തകർച്ചകൾ വന്നപ്പോൾ ദൈവജനം പോയി കെട്ടിപ്പിടിച്ചത് ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. എന്ന് വെച്ചാൽ ഞാനും പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ കാണാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും നമ്മുടെ കൺമുമ്പിൽ നടന്നപ്പോൾ, ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ, ചില ശക്തികളൊക്കെ ശക്തി പ്രാപിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ, ദൈവമക്കളെ, നമ്മൾ ഇനി അടുത്ത് വരേണ്ടത്, നമ്മൾ പോയി കെട്ടിപ്പിടിക്കേണ്ടത്, നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് മറ്റാരുടെ മുമ്പിലല്ല, നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്ന സഭയുടെ മഹത്വീകരണത്തിനായിട്ട്, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം നിയോഗിച്ച്, ഈശോയുടെ 2ാം വരവിനായിട്ട് ഒരുക്കാനായിട്ട് ദൈവം നിയോഗിച്ച് മാറ്റിവെച്ചിരിക്കുന്ന അമ്മ മാതാവിനെ പോയാന്നേ കെട്ടിപ്പിടിക്കണ്ടേ? പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്ഥാനം എന്ത് എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനമെന്ത്, ഇന്ന് ഈ കാലഘട്ടത്തിൽ അമ്മ മാതാവിൻ്റെ സ്ഥാനമെന്ത്, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ അമ്മയുടെ സ്ഥാനമെന്ത്, സഭയിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനമെന്ത് എന്ന് ഓരോ ദൈവമക്കളും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ
ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് പ്രകടമായിട്ട് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വാഗ്ദാനത്തിൻ്റെ സ്ത്രീയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും പഴയ നിയമത്തിലേക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ മാതാവ് പ്രതീകങ്ങളിലൂടെ നിഴലിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. മറ്റു ചില തിരുവചന ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ വചനത്തിലൂടെ പരിശുദ്ധ അമ്മ മാതാവ് പ്രകീർത്തിക്കപ്പെടുന്നത് കാണാൻ പറ്റും. പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് മഹത്വത്തിൻ്റെ സ്ത്രീയായിട്ട് നിഴലിച്ച് നിൽക്കുക. നസ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് വചനത്തിൻ്റെ സ്ത്രീയായിട്ട് നിഴലിച്ച് നിൽക്കുക. കാനായിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു സ്ത്രീയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിൽക്കുക. കാൽവരിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിത്യപുരോഹിതനായ ഈശോയുടെ അമ്മയായിട്ടും അതോടൊപ്പം തന്നെ പിതാവായ ദൈവത്തിൻ്റെ സഹനദാസിയായിട്ടും പരിശുദ്ധ അമ്മ മാതാവ് നിൽക്കുക. പെന്തക്കോസ്തയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പസ്തോല സംഘത്തിൻ്റെ നേതാവായിട്ടും സഭയുടെ രാജ്ഞിയായിട്ടും അല്ലെങ്കിൽ സഭയുടെ മാതാവായിട്ടും പരിശുദ്ധ അമ്മ മാതാവ് നിഴലിച്ച് നിൽക്കി. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിൾ മുഴുവനും പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, ത്രിയേക ദൈവം കഴിഞ്ഞാൽ, കേൾക്കണം മക്കളെ, ത്രിയേക ദൈവം കഴിഞ്ഞാൽ ഏറ്റവും മഹോന്നതമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ ബൈബിളിൽ പിന്നെ പരിശുദ്ധ അമ്മ മാതാവനാ. വിശ്വസിക്കുന്നെങ്കിൽ ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടം പരിശോധിച്ച് നോക്കിക്കേ. ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്ഥാനം എന്താ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ത്രിലോക രാജ്ഞിയായിട്ട് അമ്മ മാതാവ് നിൽക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് സകല ജനപദങ്ങളുടെയും നാഥയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ടല്ലേ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് സകല ജനപദങ്ങളുടെ നാഥയെന്ന് വിശേഷണത്താൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവമക്കളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ക്രിസ്തുനാഥ നിത്യപിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ, സകല ജനപദങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ, അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, വഴക്ക്, രോഗപീഠ, പ്രകൃതിക്ഷോഭം, പകർച്ചവ്യാധി ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിക്കട്ടെ, പരിശുദ്ധ അമ്മ നമ്മുടെ അഭിഭാഷയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ചാൽ ഇന്ന് ഈ കാലഘട്ടത്തിലും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ത്രിലോകരാജ്ഞിയായിട്ടും ഒപ്പം സർവ്വജനപദങ്ങളുടെയും നാഥയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ തീർത്ഥാടക സഭയുടെ, യുഗാന്ത്യ സഭയുടെ സൈനാധിപയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിൽക്കുക. മക്കൾ മനസ്സിലാക്കണം, പരിശുദ്ധ ബൈബിളിൽ ഈ കാലഘട്ടത്തിൽ, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ത്രിയേക ദൈവം കഴിഞ്ഞാൽ ഏറ്റവും മഹോന്നതമായ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനാ. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ ഉപരി എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിച്ചപ്പോൾ സ്പർശിച്ചു പോയ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ ആരംഭത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് പരിശുദ്ധ അമ്മ മാതാവാ. ഈ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായകമായും മാധ്യസ്ഥയായിട്ടും കടന്നു വരുന്നതും ഇനി അമ്മ മാതാവായിരിക്കും. തിരുസഭയുടെ ആരംഭത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചതും മാധ്യസ്ഥയായി തീർന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മ മാതാവാ. ഈ തിരുസഭയുടെ മഹത്വീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായകവും മാധ്യസ്ഥവുമായി തീരാൻ പോകുന്നതും നമ്മുടെ ഈ അമ്മ മാതാവാ. യേശുക്രിസ്തുവിൻ്റെ ആദ്യ വരവിന് ഏറ്റവും കൂടുതൽ സഹായമായി തീർന്നത് നമ്മുടെ അമ്മ മാതാവാ. ഈ അമ്മ മാതാവ് തന്നെയാണ് മക്കളെ ഈശോയുടെ രണ്ടാം വരവിന് സകല ദൈവമക്കളെയും സഹായിക്കാൻ പോകുന്ന മാധ്യസ്ഥയായി തീരുന്ന ഏറ്റവും ശക്തിയായിട്ടുള്ള വ്യക്തി. മനസ്സിലാക്കണം, നിങ്ങൾ ഈ മൂന്ന് കാര്യം മനസ്സിലാക്കണം. രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സഹായിക്കാൻ പോകുന്നത് നമ്മുടെ അമ്മയാണ്.
സഭയുടെ മഹത്വീകരണത്തിന് നമ്മളെ സഹായിക്കാൻ പോകുന്നത് അമ്മ മാതാവാണ്. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ രണ്ടാം വരവിന് ദൈവജനത്തെ സഹായിക്കാൻ പോകുന്നതും നമ്മുടെ ഈ അമ്മ മാതാവാ. ഇനി തിരിച്ചറിയേണ്ട കാര്യം, ഇതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എവിടെ രക്ഷയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ശക്തമാകുന്നോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുകയോ സന്ദേശം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കിയോ? പരിശുദ്ധ അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ മുഴുവനും പരിശോധിക്കുമ്പോൾ എവിടെയാണോ ഒരു ദൈവ പൈതലിന്റെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് രക്ഷ സംഭവിക്കാതിരിക്കാനായിട്ട് തിന്മ അടിഞ്ഞുകൂടുന്നത്, അവിടെ പരിശുദ്ധ അമ്മ മാതാവ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടുകയോ സന്ദേശം നൽകുകയോ ചെയ്യുന്നുണ്ട്. എവിടെ സഭ ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ടോ, സഭ ഒത്തിരിയേറെ കരയുന്നുണ്ടോ, സഭ ഒത്തിരിയേറെ വ്രണപ്പെടുന്നുണ്ടോ, ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മ മാതാവ് ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കണമെങ്കിൽ 2018 മുതൽ, നിങ്ങൾ കേൾക്കണം, 2018 മുതൽ ഇന്ന് വരെയുള്ള ഈ സമയങ്ങൾ നമ്മുടെ കേരള സഭ അല്ലെങ്കിൽ കേരളത്തിലുള്ള മക്കളുടെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. 2018 മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന 3-4 കാഴ്ചകളുണ്ട്. ഒന്നാമത്തെ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, പകർച്ചവ്യാധി, ഇതെല്ലാം ദൈവമക്കളെ കയറി പിടിച്ച് ഒത്തിരിയേറെ ദൈവമക്കൾ അതിൻ്റെ ഫലമായിട്ട് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ കണ്ടു 2018, 2019 നാളുകളിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ച്? പ്രകൃതിക്ഷോഭം മൂലം, വെള്ളപ്പൊക്കം മൂലം അനേകം കുടുംബങ്ങൾ തകർന്നുപോയി. അപ്പം നഷ്ടപ്പെട്ടവര്, അമ്മ നഷ്ടപ്പെട്ടവര്, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവര്, പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവര്, തങ്ങളുടെ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവനും കാര്യങ്ങൾ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ദാരിദ്ര്യം പുലുക്കി നിൽക്കുന്ന അനേകം മക്കളെ നമ്മൾ 2018, 2019 കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു. 2020 കടന്നു വരുമ്പോൾ നമ്മളെ മുഴുവനും പിടിച്ചു കുലുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൊറോണ. 2020 വലിയ ആഴ്ച നമ്മളെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാഴ്ചയാ. കാരണം ലോകത്തുള്ള വത്തിക്കാൻ ഉൾപ്പെടെ സകല ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ട ഒരു സമയം. പ്രിയപ്പെട്ടവരെ, ഓശാന ഞായറാഴ്ച, പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച, ഈസ്റ്റർ ദിനം, പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ദൈവജനത്തിന് ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. ഒരു പുരോഹിതനോ അല്ലെങ്കിൽ 2 പുരോഹിതരോ 1-2 ശുശ്രൂഷകൾ മാത്രം ദേവാലയത്തിൽ വന്നിട്ട് തിരുക്രമങ്ങളിൽ പങ്കുചേർന്ന് പോകേണ്ട അവസ്ഥ വന്നു. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും നിശ്ചലമായിട്ടുള്ള ഒരു സമയമായിരുന്നു 2020 വലിയ ആഴ്ച എന്ന് പറയുന്ന സമയം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എന്താ സംഭവിച്ചേ? മനുഷ്യന്റെ ജീവിതത്തിലെ ഏതൊക്കെ അത്യാവശ്യപ്പെട്ട യാത്രയുണ്ടോ അതുപോലും നടത്താൻ പറ്റാത്ത രീതിയിൽ നിശ്ചലമായി. സാമ്പത്തിക മേഖല നിശ്ചലമായി, തൊഴിൽ മേഖല നിശ്ചലമായി, ആരോഗ്യ മേഖല നിശ്ചലമായി. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ മേഖലയിൽ മനുഷ്യന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് മനുഷ്യൻ മുന്നോട്ട് പോയോ അവിടെ എല്ലാ മക്കളും ഒരുപോലെ നിശ്ചലമായിട്ട് ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ പറ്റാതെ ഏതൊക്കെ കഴിവ് ഉപയോഗിച്ചും ഏതൊക്കെ ബുദ്ധി ഉപയോഗിച്ചും ഏതൊക്കെ മനുഷ്യന്റെ പ്രയത്നങ്ങൾ ചെയ്തിട്ടും അവന് മുന്നോട്ട് ഒരടി പോലും പോകാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ നിശ്ചലമായ നിമിഷം. ചിന്തിച്ചേ, ഒരു സൈഡിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത പ്രകൃതിക്ഷോഭം, മറു സൈഡില് നമ്മളെല്ലാം പിടിച്ചു കുലുക്കിയ, നമ്മളെയൊക്കെ ഒരു സൈഡിൽ തന്നെ നിർത്തിവെച്ചിട്ടുള്ള ഒരു കൊറോണ. തീർന്നില്ല മക്കളെ, വീണ്ടും ചിന്തിക്കണം നിങ്ങൾ. ഈ കൊറോണ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ അടുത്ത് കേരള മക്കളെ കയറി പിടിച്ച ഒരു ഭ്രാന്തുണ്ട്, മതഭ്രാന്ത്. കത്തോലിക്ക കുഞ്ഞുങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോണു. വിശ്വസിച്ച് പുറത്തുപോയി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. കത്തോലിക്ക വിശ്വാസത്തെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ മലിനമാക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ കത്തോലിക്ക സഭയെ ഇല്ലാതാക്കാൻ പറ്റുമോ, കത്തോലിക്ക മക്കൾ ജീവിതം ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ അപ്രകാരം ചില ശക്തികള് ശക്തി പ്രാപിച്ചുകൊണ്ട് സഭയ്ക്കെതിരായിട്ട്, സഭാ വിശ്വാസത്തിനെതിരായിട്ട്, സഭാ മക്കൾക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ടു. അതിൻ്റെയൊക്കെ ഫലമായിട്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഒരു പിതാവ് പരിശുദ്ധ അമ്മ മാതാവിന്റെ ദേവാലയത്തില് അമ്മ മാതാവിന്റെ തിരുനാൾ ദിവസം
ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കേരള സഭയോട് വിളിച്ചു പറഞ്ഞു, കേരളത്തിലെ കത്തോലിക്ക മക്കളോട് പറഞ്ഞു, മക്കളെ സൂക്ഷിക്കണം, മക്കളെ സൂക്ഷിക്കണം. ഇത് പറഞ്ഞത് ഒരു പിതാവിന്റെ അതരത്തിലൂടെയാണെങ്കിൽ അത് പറയിപ്പിച്ചത് മറ്റാരുമല്ല മക്കളെ, നമ്മുടെ അമ്മ മാതാവാ. അമ്മ മാതാവിന്റെ തിരുനാൾ ദിവസം അമ്മ മാതാവിന്റെ ദേവാലയത്തിൽ വെച്ച്, ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ വെച്ച് ഒരു പിതാവ് അപ്രകാരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ് എന്ന് നമ്മുടെ അമ്മ ആ കാണുന്ന പിതാവിലൂടെ കേരളത്തിലെ കത്തോലിക്ക മക്കളെ ഓർമ്മിപ്പിച്ചു തന്ന. തീർന്നില്ല മക്കളെ, അതിനുശേഷം നോക്കിക്കേ, അതിനുശേഷം അതൊന്ന് പതുക്കെ കുറഞ്ഞു വന്നപ്പോൾ അടുത്തൊരു ഭ്രാന്ത് വന്നു. അതാണ് കത്തോലിക്ക സഭയ്ക്കകത്ത് പോലും കയറി തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിച്ച് വിശ്വാസത്തിന്റെ മേഖലയെ പോലും തകർത്തുകൊണ്ട് ചില നീക്കങ്ങളും ചില പ്രശ്നങ്ങളും ശക്തി പ്രാപിച്ചിരിക്കുന്ന കാലഘട്ടം. ഞാൻ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല മക്കളെ, കഴിഞ്ഞ 4 വർഷം മക്കൾ ചിന്തിക്കേണ്ട വർഷങ്ങളാ. എന്ന് വെച്ചാൽ ഇന്ന് വരെ കേരളത്തിൽ ഉടലെടുക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ കടന്നു വന്ന കാലഘട്ടമാ കഴിഞ്ഞ 4 വർഷം. വെള്ളപ്പൊക്കമാകാം, പ്രകൃതിക്ഷോഭമാകാം, കൊറോണയാകാം, ഭീകരവാദമാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ സഭയ്ക്ക് പുറത്തും സഭയ്ക്കകത്തുള്ള പ്രശ്നമാകാം. ഇന്ന് വരെ കാണാത്ത ചില കാഴ്ചകൾ സഭാ മക്കൾ കാണുന്നു. എന്തുകൊണ്ടാ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കടന്നു വരാൻ കാരണമെന്ത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരൊറ്റ കാര്യത, ഈശോയുടെ മക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈശോയുടെ 2ാം വരവ് അടുത്തു എന്ന് ചില മുന്നറിയിപ്പ് ലോകത്തിലെ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈശോ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യമാണ്. ഈശോയുടെ 2ാം വരവ് മക്കളെ ഒത്തിരി അകലെയല്ല, അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം അമ്മ മാതാവിലൂടെയും ലോകത്തിലെ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ടും യേശുക്രിസ്തു അമ്മ മാതാവ് വഴി വെളിപ്പെടുത്തി തരുക. പല മക്കൾക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പല മക്കൾക്കും ഇത് ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ടും ചില ഈ അവസ്ഥയിലൂടെ നമ്മുടെ കേരളത്തിലെ ദൈവജനം ഇപ്രകാരം പോകുന്നത് കണ്ടിട്ടും എത്ര മക്കളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്റെ, ദൈവത്തിലേക്ക് തങ്ങളുടെ ആത്മാവിനെ ചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പല മക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ ദേവാലയം അടയ്ക്കപ്പെട്ടു പോയി, തീർത്ഥാടന കേന്ദ്രങ്ങൾ അടയ്ക്കപ്പെട്ടു പോയി, ധ്യാന കേന്ദ്രങ്ങൾ അടയ്ക്കപ്പെട്ടു പോയി, അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വന്നു. ഇതാണോ മക്കളെ കാരണം? ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എത്ര മക്കൾ മാനസാന്തരപ്പെട്ടിട്ട് പരിഹാരത്തിന്റെ, പ്രാശ്ചിത്തത്തിന്റെ, പ്രാർത്ഥനയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു വന്നു? ഇന്ന് വരെ കാണാത്ത പല കാഴ്ചകളും കണ്ടിട്ട്, ഇന്ന് വരെ ജീവിതത്തിലും ലോകത്തിലും സംഭവിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ കൺമുമ്പിലും ഉണ്ടായിട്ട് എത്ര മക്കള് മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് പരിഹാരത്തിന്റെ, പ്രാശ്ചിത്തത്തിന്റെ, പ്രാർത്ഥനയുടെ മേഖലയിലേക്ക് കടന്നു വന്ന എത്ര പേര്? എന്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല പലർക്കും? മക്കളെ, എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യത, ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ പല ദൈവമക്കളുടെ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ട് ഹൃദയം കഠിനമായി. 2, ദൈവജനത്തിൻ്റെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. 3, ദൈവമക്കളുടെ കാഴ്ച, കണ്ണില് അന്ധത പടരാൻ തുടങ്ങി. നോക്കണം, ചൈതന്യം നഷ്ടപ്പെട്ട് ഹൃദയം കഠിനമായി. 2, ബുദ്ധിയിൽ അന്ധകാരം നിറയാൻ തുടങ്ങി. 3, കാഴ്ച അന്ധത കടന്നു വരാൻ തുടങ്ങി. ഇതിൻ്റെ ഫലമായിട്ട് എന്താ? ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങളും തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൻ്റെ പല മക്കൾക്കും സാധ്യമല്ലാതെ വരികയാണ്.
തൊട്ടയൽവക്കത്തെ വീട്ടിലെ പെൺകൊച്ചിനെ മറ്റു പലരും വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടും നീ നിന്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നിന്റെ കാലിൻ്റെ അടിക്കടക്കണ മണ്ണൊലിച്ചു പോകുകയാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്ന് വരെ അടയ്ക്കപ്പെടാത്ത പള്ളികൾ അടയ്ക്കപ്പെട്ട അവസ്ഥ വന്നിട്ടും, ഇന്ന് വരെ അടയ്ക്കപ്പെടാത്ത തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇതാ നീ ജീവിക്കുന്ന സമയത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യം കണ്ടിട്ടും നിനക്ക് ഇതൊരു അടയാളമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പറഞ്ഞ് ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയാ, ജീവനോടെ പറഞ്ഞ് ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാദ്യമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയല്ല. സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ സഭയില് അബദ്ധ പ്രബോധനങ്ങളും അബദ്ധ പ്രബോധകരും ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്തൊക്കെ സഭ ചെയ്തതും സഭാമക്കൾ ചെയ്ത ഒരു കാര്യമുണ്ട്. അവിടെ ദൈവജനം ആദ്യം പോയി കെട്ടിപ്പിടിച്ചത് മറ്റാരെയുമല്ല, അമ്മ മാതാവിനെയാ. സഭയിലെ പാഷാണ്ഡതകളും പാഷാണ്ടികളും ശക്തി പ്രാപിച്ചപ്പോൾ സഭയും ദൈവജനവും പോയി കെട്ടിപ്പിടിച്ചത് മറ്റാരെയുമല്ല, അത് പരിശുദ്ധ അമ്മ മാതാവിനെയാ. സഭയിലെ കുരിശു യുദ്ധങ്ങളിൽ ലപ്പന്റെ യുദ്ധങ്ങളുമൊക്കെ കടന്നു വന്നപ്പോൾ സഭ പോയി കെട്ടിപ്പിടിച്ചത് മറ്റാരെയുമല്ല, അത് അവിടെ അമ്മ മാതാവിനെയാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ സഭയുടെ ഭൗതിക ആത്മീയ മേഖലയിൽ ചില ഞെരുക്കങ്ങള്, ചില എതിർപ്പുകൾ കടന്നു വന്നപ്പോൾ സഭാമക്കളും സഭാ നേതൃത്വവും ആദ്യം പോയി കെട്ടിപ്പിടിച്ചത് പരിശുദ്ധ അമ്മ മാതാവിനെയാ. അതോടൊപ്പം തന്നെ സഭയ്ക്കെതിരായി രാജ്യവും ജനതയും ഒറ്റക്കെട്ടായിട്ട് സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന സമയത്ത് സഭയും സഭാ നേതൃത്വവും സഭാ ജനതയും പോയി കെട്ടിപ്പിടിച്ചത് മറ്റാരെയുമല്ല, അതും അമ്മ മാതാവിനെയാ. സഭയിൽ ഓരോ തരത്തിലുള്ള വിശ്വാസരാഹിത്യം വന്നപ്പോൾ, നേതൃത്വ മേഖലയിൽ പല തകർച്ചകൾ വന്നപ്പോൾ ദൈവജനം പോയി കെട്ടിപ്പിടിച്ചത് ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനെയാ. എന്ന് വെച്ചാൽ ഞാനും പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ കാണാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും നമ്മുടെ കൺമുമ്പിൽ നടന്നപ്പോൾ, ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ, ചില ശക്തികളൊക്കെ ശക്തി പ്രാപിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ, ദൈവമക്കളെ, നമ്മൾ ഇനി അടുത്ത് വരേണ്ടത്, നമ്മൾ പോയി കെട്ടിപ്പിടിക്കേണ്ടത്, നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് മറ്റാരുടെ മുമ്പിലല്ല, നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം നിയോഗിച്ച് വെച്ചിരിക്കുന്ന സഭയുടെ മഹത്വീകരണത്തിനായിട്ട്, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം നിയോഗിച്ച് ഈശോയുടെ രണ്ടാം വരവിനായിട്ട് ഒരുക്കാനായിട്ട് ദൈവം നിയോഗിച്ച് മാറ്റിവെച്ചിരിക്കുന്ന അമ്മ മാതാവിനെ പോയ കെട്ടിപ്പിടിക്കണ്ടേ. പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എത്ര വർഷമായിട്ട് നമ്മുടെ അമ്മ മാതാവ് പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന, മക്കളെ അടുത്തു സമയം മാനസാന്തരപ്പെടുക, മക്കളെ സമയം അടുത്തു മാനസാന്തരപ്പെടുക. രണ്ടാമത് അമ്മ മാതാവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കളെ ഇനിയുള്ള ജീവിതം പരിഹാരത്തിൻ്റെ പ്രാശ്ചിത്തത്തിൻ്റെ പ്രാർത്ഥനയുടെ ജീവിതമാക്കി നിങ്ങൾ മാറ്റുക. എനിക്കും ഇനി നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, ഇനി വരാൻ പോകുന്ന ദുരിതങ്ങളും ഏതാണോ അത് ഇനി പലർക്കും ചിലപ്പോൾ താങ്ങാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ഇനി തമ്പുരാൻ കർത്താവ് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ തരുന്നുണ്ടെങ്കിൽ അത് ഇനി ഒറ്റക്കാര്യത്തിന് വേണ്ടി പരിഹാരത്തിൻ്റെയും പ്രാശ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നാളുകളാക്കി മാറ്റി നമ്മൾ അമ്മയോട് ചേർന്ന് ദൈവത്തിലേക്ക് അടുക്കാനുള്ള സമയമാണ് മക്കളെ നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ അമ്മ അത് സഭയുടെ മഹത്വീകരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന അമ്മയാ. ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന അമ്മയാ. ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മളെ ഒരുക്കുന്ന അമ്മയാ. നമുക്ക് ആ രക്ഷ അനുഭവിക്കണമെങ്കിൽ, നമുക്ക് സഭയോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റണമെങ്കിൽ, ഈശോയുടെ രണ്ടാം വരവോടുകൂടി ഈശോയുടെ കൂടെയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റണമെങ്കിൽ ദൈവജനം ചേർന്ന് നിൽക്കണം, കെട്ടിപ്പിടിക്കണം. സ്നേഹിക്കേണ്ടത് മറ്റാരെയുമല്ല, നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവിനെയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനെ അല്ലെങ്കിൽ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നമുക്കൊക്കെ അറിയാം, അത് ഈശോയാണ്. ഈശോ പരിശുദ്ധ അമ്മ മാതാവിനെ സ്നേഹിച്ച പോലെ ഈ ലോകത്തിൽ മറ്റാരും ഇതുപോലെ അമ്മ മാതാവിനെ സ്നേഹിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് ഈശോയെ സ്നേഹിച്ച പോലെ ഈ ലോകത്തിൽ മറ്റാരും ഈശോയെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ മാതാവ് ഈശോയെ സ്നേഹിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, ധ്യാനിക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും, പരിശുദ്ധ അമ്മ ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിച്ചു. കേൾക്കണം, പരിശുദ്ധ അമ്മ മാതാവ് ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം പ്രാവർത്തികമാക്കാമെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ മറിയത്തിൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ നമ്മുടെ അമ്മ മാതാവിൻ്റെ കണ്ണിലൂടെ ഈശോയെ കാണാനും അമ്മ മാതാവിൻ്റെ ഹൃദയഭാവത്തോടെ ഈശോയെ സ്നേഹിക്കാനും തുടങ്ങിയാൽ മാത്രമേ നമുക്കും യഥാർത്ഥത്തിൽ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഈശോയെ കാണുന്നുണ്ട്. എപ്രകാരമാണ് കാണുന്നത്? നമ്മൾ ഒന്നുകിൽ കുരിശിൽ കിടക്കുന്ന ഒരു ഈശോയെ പെട്ടെന്ന് കാണും, ഇല്ലെങ്കിൽ രണ്ട് കരവും പിടിച്ച് നിൽക്കുന്ന ഒരു ഈശോയെ കാണും. എന്നിട്ട് നമ്മൾ കുറേ നിയോഗം വയ്ക്കും, എന്നിട്ട് നമ്മളിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അതല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്ന, മറിച്ച് അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കണ്ണിലൂടെ ഈശോയെ കാണാനായിട്ട് തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഉണ്ണീശോ ജനിച്ച അവസ്ഥ, അവിടെ നിന്ന് യാത്ര ചെയ്യുന്ന അവസ്ഥ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വന്ന് 12-ാമത്തെ വയസ്സിൽ ആ നഷ്ടപ്പെട്ട അവസ്ഥകൾ, 30 വർഷക്കാലം അമ്മ മാതാവിനോട് ചേർന്ന് ജീവിച്ച അവസ്ഥകൾ, അതിനുശേഷം 3 വർഷക്കാലം ഈശോ പരസ്യജീവിതം നയിച്ചത്, ഏറ്റവും അവസാനം ആ കുരിശുമരണത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ, ഇത് മുഴുവനും ഒരു ദൈവ പൈതലിനെ കാണാനായിട്ട് പറ്റണമെങ്കിൽ, അതിൻ്റെ മുഴുവനും അവസ്ഥകൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണമെങ്കിൽ, അമ്മ മാതാവിൻ്റെ കണ്ണിലൂടെ ഓരോ ദൈവ മക്കളും ഈശോയെ കാണാനായിട്ട് പറ്റണം. അങ്ങനെ പറ്റിയാൽ മാത്രമാ മക്കളെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഹൃദയഭാവത്തിലൂടെ ഈശോയെ സ്നേഹിക്കാനും നമുക്ക് പറ്റുള്ളൂ. പലർക്കും ഈശോയെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, പക്ഷെ എന്തുമാത്രം ആഴമുണ്ട് എന്ന് ചോദിച്ചാൽ അതറിയില്ല. നമുക്ക് പലപ്പോഴും ഒരു സ്നേഹാനുഭവം കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ ഇന്നുവരെ ഈശോയെ മറിയത്തിൻ്റെ കണ്ണിലൂടെ കണ്ടിട്ടില്ല. ഇത് നേരെ തിരിച്ച് ഞാൻ നിങ്ങളോട് പറയുക, പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ മറിയത്തെ കണ്ടിട്ട് യേശുക്രിസ്തുവിൻ്റെ ഹൃദയഭാവത്തിലൂടെ മറിയത്തെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയാൽ അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മാതാവിലൂടെ കിട്ടുന്ന അനുഭവം, അല്ലെങ്കിൽ ഒരു മരിയൻ അനുഭവം കിട്ടുക എന്ന് പറയുന്നത് അപ്പോഴാണ്. യേശുക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ മാതാവിനെ കാണുക എന്ന് പറയുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം മൂളുന്ന സമയം തൊട്ട് മാതാവിൻ്റെ ജീവിതം മുഴുവനും ഈശോയുടെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നു, ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുന്നതും 12-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെടുന്നതും, അതിനുശേഷം 30 വർഷക്കാലം ഈ കാണുന്ന ഈശോയെ പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നതും, അവസാനത്തെ 3 വർഷക്കാലം ഈ ഈശോ അനുഭവിക്കുന്ന സഹനം തൻ്റെ അമ്മയായ ഈ മറിയം കണ്ട് അനുഭവിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഈശോയുടെ കണ്ണിലൂടെ മറിയത്തെ കാണാനായിട്ട് പറ്റണം. അങ്ങനെ കാണുന്ന ഒരു ദൈവ പൈതലിന് ആ ഈശോയുടെ ഹൃദയഭാവത്തോടെ തന്നെ ആ മറിയത്തെ സ്നേഹിക്കാനായിട്ടും സാധ്യമാകും. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജസീന്ത ഇപ്രകാരമാ പറഞ്ഞു വെക്കുന്നത്, ഈ ലോകത്തിൽ ഒരു ദൈവ പൈതൽ എന്തുമാത്രം മാതാവിനെ സ്നേഹിച്ചാലും ഒരു കുഴപ്പവുമില്ല. കാരണം ഈശോ സ്നേഹിച്ചതുപോലെ ആർക്കും മാതാവിനെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആരെങ്കിലും മാതാവിനെ ഒത്തിരി സ്നേഹിച്ചു പോയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല. നിങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചാലും ഈശോ സ്നേഹിച്ച പോലെ മാതാവിനെ സ്നേഹിക്കാനായിട്ട് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ.
ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഈശോയെ നമ്മൾ കണ്ട് സ്നേഹിക്കേണ്ടത് ഒരു ദൈവശാസ്ത്രപരമായിട്ടോ എവിടെയെങ്കിലും മാറി മാറി നിന്നുകൊണ്ട് കുറേ ആവശ്യങ്ങൾ നിരത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയായിട്ടല്ല, മറിച്ച് ഒരു സ്നേഹശാസ്ത്രപരമായിട്ട്, അല്ലെങ്കിൽ അമ്മ മാതാവ് ചെയ്ത പോലെ ഹൃദയശാസ്ത്രപരമായിട്ട് നമ്മൾ ഈശോയെ കണ്ട് സ്നേഹിക്കാൻ പറ്റണം. അതുപോലെ തന്നെ മാതാവിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും രൂപത്തെ നോക്കി നമ്മൾ കുറേ നേരം കുറേ കാര്യങ്ങൾ ചൊല്ലിക്കൂട്ടുന്നതല്ല, മറിച്ച് സ്നേഹശാസ്ത്രപരമായിട്ട് ഹൃദയശാസ്ത്രപരമായിട്ട് നമ്മൾ മാതാവിലേക്ക് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് വലിയൊരു ദൈവാനുഭവം കടന്നു വരാനായിട്ട് തുടങ്ങുക. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയാ? ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ മാതാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച, അല്ലെങ്കിൽ ആ സ്നേഹശാസ്ത്രപരമായിട്ട് മാതാവിനെ സ്വീകരിച്ച കുറച്ച് വിശുദ്ധരുണ്ട്. അവരുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് വിൻസെന്റ് പള്ളോട്ടി എന്ന് പറയുന്ന വിശുദ്ധൻ. ആ വിശുദ്ധൻ അമ്മ മാതാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം സ്നേഹിച്ചപ്പോൾ ആ വിശുദ്ധൻ പറയുന്ന കാര്യപ്രകാരമാണ്, അനുഗ്രഹീതിയായ കന്യക ഈശോയുടെ അമ്മയായതിനാൽ എൻ്റെയും അമ്മയാണ്. അതുപോലെ തന്നെ വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന കാര്യപ്രകാരമാണ്, ഓ അമലോത്ഭവയായ മാതാവേ, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാ. ഇതൊക്കെ എപ്പോഴാ പറയാൻ പറ്റിയത്? പരിശുദ്ധ അമ്മ മാതാവിനെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം ആഴത്തിൽ സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഹൃദയ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇപ്രകാരം, ഓ അമലോത്ഭവ മാതാവേ, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാ. വിശുദ്ധ മാക്സിമിൻ കോൾബെ പറയുവാണ്, പരിശുദ്ധ മറിയത്തിന് സ്വന്തമായിട്ടുള്ളവർ ഒരിക്കലും നഷ്ടമാകില്ല. അതുപോലെ വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്ന കാര്യപ്രകാരമാണ്, അനുഗ്രഹീതിയായ കന്യകയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ ജോൺ യൂഡസ് എന്ന് പറയുന്ന വിശുദ്ധന് പ്രകാരം പറയുന്നു, പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന ഒരുവനും നശിച്ചു പോകാൻ ഇടയാകില്ല. വിശുദ്ധ കാതറിൻ ഇപ്രകാരമാണ് പറയുന്നത്, പരിശുദ്ധ കന്യകയ്ക്ക് ഭക്തിപൂർവം സ്വയം സമർപ്പിക്കുന്ന ഒരുവൻ പോലും നരകത്തിൽ നിപതിക്കുവാൻ ദൈവം അനുവദിക്കില്ല. വീണ്ടും പ്രിയപ്പെട്ട വിശുദ്ധ ജത്രൂദ് പറയുന്ന കാര്യപ്രകാരമാണ്, അനുഗ്രഹീതിയായ കന്യകയുടെ ഭക്തരെ നരകത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും മാലാഖമാർ നിരന്തരം കാത്തു സംരക്ഷിക്കുന്നു. വീണ്ടും വിശുദ്ധ മദർ തെരേസ പറയുന്ന കാര്യപ്രകാരമാണ്, നിങ്ങൾ ദുഃഖ സമുദ്രത്തിലാണെങ്കിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുക, ഈശോയുടെ അമ്മയായ മറിയമേ, അങ്ങ് ഇപ്പോൾ എനിക്ക് അമ്മയായിരിക്കണമേ എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവിനെ ഈശോയുടെ കണ്ണിലൂടെ കണ്ട് ഈശോയുടെ ഹൃദയഭാവത്തോടെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവർക്കുണ്ടായ ഒരു മരിയൻ അനുഭവമാണ് അവർ പറഞ്ഞ ഈ കൊച്ചു വാക്കുകൾ. ഞാനും നിങ്ങളോട് പറയണ്ടേ, നമ്മൾ ജപമാല ചൊല്ലണം, നമ്മൾ എത്രയും ദയുള്ള മാതാവ് ചൊല്ലണം, പരിശുദ്ധ അമ്മ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹിക്കണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, വാക്കുകളിൽ മാത്രം പറയുന്ന, ചൊല്ലിത്തീർക്കുന്ന ഒരു സ്നേഹബന്ധമായിരിക്കരുത് അമ്മ മാതാവിനോട്. മറിച്ച് നമ്മൾ ഈശോയുടെ കണ്ണിലൂടെ മാതാവിനെ കണ്ടുകൊണ്ട് ഈശോയുടെ ഹൃദയഭാവത്തോടെ മാതാവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മരിയൻ അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുക, അല്ലെങ്കിൽ കിട്ടുക. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇതിനോട് ചേർന്ന് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പങ്കുവെക്കാനാ ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ മാതാവിന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലുള്ള എന്തുമാത്രം സ്ഥാനമുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങളായിരിക്കും ഞാൻ പങ്കുവെക്കുന്നത്, എന്നാലും നിങ്ങളൊന്ന് ശ്രവിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുവാവയ്ക്ക് ജന്മം ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഒരു കുഞ്ഞുവാവ ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ ആ കുഞ്ഞുവാവയ്ക്ക് ഒരമ്മയുണ്ടാകണം, അല്ലെങ്കിൽ ഒരു മാതാവ് ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലും ഒരു മാതാവ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരമ്മയുണ്ടാകണം. അതിനായിട്ട് പിതാവായ ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞു വെക്കുന്ന കാര്യപ്രകാരമാണ്, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുവാവയ്ക്ക് ശാരീരികമായിട്ട് ജന്മം ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ ആവശ്യമുണ്ട്. അത് പ്രകൃതി നിയമമാണ്.
ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലും ഒരു പിതാവും ഒരു മാതാവും ഉണ്ടാകണം. പിതാവ് മറ്റാരുമല്ല, ദൈവമായ കർത്താവാണ്. മാതാവ് പരിശുദ്ധ കന്യകാമറിയമാണ് എന്നുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മക്കളെ, നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലെത്താൻ ആഗ്രഹിച്ചുകൊണ്ട് പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയത്തെ. നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ, പ്രമാണങ്ങൾ അനുസരിക്കാൻ, ദൈവകൽപ്പനകൾ പാലിക്കാൻ, വചനം ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കൊത്ത് വളരുവാൻ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാതാവാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് അൽഫോൻസ് ലീഗോരി ഇപ്രകാരം ചേർത്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട്: മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവുമല്ല. കേൾക്കണം മക്കളെ, മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവുമല്ല. ഇന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, അനേകം മക്കൾ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് ഈശോയെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ മാതാവ് വേണ്ട. അങ്ങനെ ചില ഗ്രൂപ്പുകൾ തന്നെയുണ്ട്, നമുക്കറിയാം. വേറെ ചിലവർ പറയും എനിക്ക് പിതാവായ ദൈവത്തെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മറിയത്തെ വേണ്ട. ഇനി നല്ല കത്തോലിക്കൻ, നല്ല മതവിശ്വാസിയായ അല്ലെങ്കിൽ സഭാവിശ്വാസിയായ പല കത്തോലിക്കൻ്റെ ജീവിതം നോക്കിക്കോ. പലർക്കും പരിശുദ്ധ കുർബാനയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, ദിവികാരൻ ഈശോയുടെ അടുത്തൊക്കെ ഒത്തിരി ഇരിക്കും, പക്ഷെ മാതാവിനോട് വലിയ ബന്ധമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അമ്മ മാതാവിനോട് ബന്ധമില്ലാത്ത ആത്മീയതയൊക്കെ ഉണ്ടല്ലോ, ചില സമയത്ത് തകരാൻ തുടങ്ങും, തളരാൻ തുടങ്ങും, നിർവീര്യമാകാൻ തുടങ്ങും. ഇത് മനസ്സിലാക്കണമെങ്കിൽ കൊറോണ പരിശോധിച്ചാൽ മതി. നമ്മുടെ കൊറോണ തന്നെ എടുത്തു. കൊറോണയുടെ സമയത്ത് ഈ കാണുന്ന മാതാവിനെ ഉപേക്ഷിച്ച പല ടീമുകളും ഉണ്ട്. ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റാതെ വീട്ടിൽ കുത്തിയിരുന്നു. എന്തു പറ്റി? പലരുടെയും ആത്മീയ മേഖല, അവരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുഴുവനും തകരുന്നത് കാണാൻ പറ്റി, തളരുന്നത് കാണാൻ പറ്റി, ഇല്ലാതായി പോകുന്നത് കാണാൻ പറ്റി. ഇനി നമ്മുടെ സഭയ്ക്കകത്ത് നോക്കിക്കോ, പരിശുദ്ധ അമ്മ മാതാവിനോടും അമ്മയുടെ ജപമാലയോടും യഥാർത്ഥമായിട്ടുള്ള ഭക്തിയില്ലാത്ത മക്കൾ എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിച്ച് സ്നേഹിക്കാത്ത മക്കള്, അവരുടെ ആത്മീയത എങ്ങനെയുണ്ടായിരുന്നു? കൊറോണ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ പോകാൻ പറ്റിയില്ല, ധ്യാന കേന്ദ്രങ്ങളിൽ പോകാൻ പറ്റിയില്ല, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാൻ പറ്റിയില്ല, നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കാൻ പറ്റിയില്ല, കൗൺസിലിങ്ങിന് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് അനേകം മക്കളുടെ ആത്മീയ തലങ്ങള് തളരാനായിട്ട് തുടങ്ങി. അനേകം യുവജനങ്ങള് നാശത്തിലേക്ക് പോകാൻ തുടങ്ങി. അനേകം ദമ്പതിമാരുടെ ജീവിതത്തിലും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അനേക കുഞ്ഞുങ്ങൾ ഒത്തിരിയേറെ നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ പലരും എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ നിങ്ങളുടെയൊക്കെ ആത്മീയത തളർന്നു പോയത്? ഇപ്രകാരം മരവിച്ചു പോകാൻ കാരണം എന്താ? എല്ലാവരും ചൂണ്ടിക്കാണിച്ച് 2-3 കാര്യങ്ങളുണ്ട്. 1, അച്ഛാ പള്ളി അടച്ചു. 2, കുർബാന കിട്ടുന്നില്ല. 3, കൺവെൻഷൻ ഇല്ല. 4, ധ്യാനങ്ങളില്ല. 5, ധ്യാന കേന്ദ്രം തുറന്നിട്ടില്ല. 6, ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മീയത പോയി. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, 1990 മുമ്പ് നമ്മുടെയൊക്കെ കാർന്നോമാരെങ്ങനെ ആത്മീയതയിൽ ഉണർന്നേ? അന്നൊന്നും ഇതുപോലെ ധ്യാന കേന്ദ്രമില്ല, കൺവെൻഷൻ ഇല്ല, ധ്യാനമില്ല, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിരുന്ന പ്രാർത്ഥനയില്ല, നിത്യാരാധന ചാപ്പലില്ല. പക്ഷെ നമ്മുടെയൊക്കെ കാർന്നോമാരുടെ ആത്മീയത ആ സമയത്തൊക്കെ വളരുക. ഒരു ധ്യാന കേന്ദ്രം അടയ്ക്കപ്പെട്ടപ്പോൾ, ഒരു പള്ളി അടയ്ക്കപ്പെട്ടപ്പോൾ, തീർത്ഥാടന കേന്ദ്രം അടയ്ക്കപ്പെട്ടപ്പോൾ നിന്റെയും എന്റെയും ആത്മീയത തളർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയുന്ന കാര്യം, നീ പോകുന്ന ആത്മീയ രീതി ശരിയായിട്ടുള്ള രീതിയല്ല. പറഞ്ഞു ഹല്ലേലൂയ. എന്റെ പൊന്നു മക്കളെ, പരിശുദ്ധ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായി കണ്ട്
സ്വീകരിച്ച് സ്നേഹിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലും എത്ര പള്ളി അടച്ചാലും എത്ര വർഷം ധ്യാനം കൂടാൻ പറ്റിയില്ലെങ്കിലും ഒരിടത്തും ഒരു കൗൺസിലിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയത തളരില്ല. കാരണം എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ മേഖലയ്ക്ക് അമ്മയായിട്ട് ദൈവം തന്നിരിക്കുന്ന വ്യക്തിയാ പരിശുദ്ധ കന്യക. ഈ അമ്മയുണ്ടെങ്കിൽ എങ്ങനെയാ മക്കളെ ആത്മീയത തളരുന്നേ? എന്റെയും നിന്റെയൊക്കെ ആത്മീയത പള്ളി അടയ്ക്കപ്പെട്ടു, ധ്യാനകേന്ദ്രങ്ങൾ ഇല്ലാതായി എന്ന് പറഞ്ഞപ്പോൾ ആത്മീയത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ, ചടങ്ങിന് വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്ന മക്കളാ നമ്മളൊക്കെ. ചിന്തിച്ചോ? ഇതടയ്ക്കപ്പെട്ടപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ മക്കളെ, നമ്മുടെ വീട്ടിലൊരു അമ്മയുടെ രൂപം ഉണ്ടല്ലോ, ഈ ജപമാല എടുക്കത്തില്ല കയ്യില്? അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിച്ച് സ്നേഹിച്ചിട്ട് ഇത് ചൊല്ലിയാൽ ഏത് വ്യക്തിയുടെ ആത്മീയത തളരുന്നേ? ആരുടെ ആത്മീയത തളർന്നു പോകുന്നേ, മരവിക്കുന്നേ? ഞാൻ ഇനിയും നിങ്ങളോടൊരു വാണിംഗ് തരാൻ ആഗ്രഹിക്കുക. ധ്യാനകേന്ദ്രങ്ങൾ പലതും തുറന്നു തുടങ്ങി, പലരും ഓടാനും തുടങ്ങി. പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പോണം. എന്തിനു പോകണമെന്നും കൂടി ചിന്തിക്കണം. ഇനിയും IELTS പാസ്സാക്കാൻ വേണ്ടി, ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി, കൊച്ചിന്റെ എക്സാം പാസ്സാക്കാൻ വേണ്ടി, കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി, ഇതിനൊക്കെയാണ് മക്കളെ ഇനിയും നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഓടാനായിട്ട് പോകുന്നതെങ്കിൽ മക്കളെ, ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നമുക്ക് വരാൻ പോകുന്ന ദുരിതം, വരാൻ പോകുന്ന ദുരന്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങി നിർത്താൻ പറ്റാത്തതായിരിക്കും. ഇനി തീർത്ഥാടന കേന്ദ്രം, ഇനി ദേവാലയം, ഇനി പ്രിയപ്പെട്ട ദൈവമക്കളെ കൺവെൻഷൻ പന്തലിൽ പോകുന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷ്യം. ഒന്ന്, ആത്മരക്ഷ, ആത്മരക്ഷ, ആത്മരക്ഷ. രണ്ട്, പരിഹാരം, പ്രാശ്ചിത്തം, പ്രാർത്ഥന. ഇതിനു വേണ്ടിയുള്ള കൃപ മേടിക്കാൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവനും നിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചോളും. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇനിയും പള്ളി അടയ്ക്കപ്പെട്ടാൽ, ധ്യാനകേന്ദ്രം അടയ്ക്കപ്പെട്ടാൽ നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറയും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ യുവജനങ്ങളെ പഠിപ്പിച്ച് ചേർക്കേണ്ടത് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് ഒന്ന് സ്വീകരിക്കാൻ, ഒന്ന് സ്നേഹിക്കാൻ. മക്കളെ, ഈ ഒരനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതൽ പഠിച്ച് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ തളർത്താൻ ഈ ലോകത്തിലെ ദുരിതത്തിനോ പട്ടിണിക്കോ കൊറോണയ്ക്കോ പ്രകൃതിക്ഷോഭത്തിനോ പകർച്ചവ്യാധിക്കോ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനാദിയിലെ പിതാവായ ദൈവത്തിന് 2 പദ്ധതി ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പദ്ധതിയാണ്, ആരാണോ, കേൾക്കണം മക്കളെ, ആരെയാണോ ഈശോയുടെ അമ്മയായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്ന ആ വ്യക്തിയായിരിക്കും മനുഷ്യവർഗത്തിന്റെ മുഴുവനും അമ്മ. കേൾക്കണം, ആരെയാണോ ഈശോയുടെ അമ്മയായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്ന ആ വ്യക്തിയായിരിക്കും മനുഷ്യവർഗത്തിന്റെ മുഴുവനും അമ്മ. രണ്ടാമത്തെ അനാദിയിലുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്, ഈശോയ്ക്ക് ദൈവം ഇങ്ങനെയാ പറയുന്നത്, ഈശോയ്ക്ക് എന്തൊക്കെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് മുഴുവനും എൻ്റെ ദത്തുപുത്രർക്കും ഞാൻ കൊടുക്കും. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന കാര്യപ്രകാരമാ, ഇതിനെക്കുറിച്ച് അൽഫോൻസ് ലിഗോരി വ്യാഖ്യാനിക്കുന്ന ഇപ്രകാരമാ: മറിയത്തിൽ നിന്നും ജനിച്ച ആദ്യ വ്യക്തി, മറിയത്തിൽ നിന്നും ജനിച്ച ആദ്യ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള യേശു ക്രിസ്തുവാണെങ്കിൽ, മറിയത്തിൽ നിന്ന് ജനിച്ച രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളാ, ദത്തുപുത്രരായ നമ്മളാ.
എന്ന് വെച്ചാൽ മറിയത്തിൽ നിന്ന് ജനിച്ചത് യേശുക്രിസ്തു മാത്രമല്ല, നമ്മളും മറിയത്തിൽ നിന്ന് ജനിച്ചവരാ. അതുകൊണ്ടാണ് അൽഫോൻസ് ലിഗോരി പറയുന്നു, ഈശോയ്ക്കും എനിക്കും രണ്ടമ്മയല്ല, എനിക്കും ഈശോയ്ക്കും ഒരേ ഒരമ്മ. അതാരാണ്? പരിശുദ്ധ കന്യകാമറിയം. നമുക്കൊരേ ഒരമ്മയുള്ളൂ മക്കളെ. അത് ഈശോയുടെ അമ്മയായിട്ട് മാത്രമല്ല നിങ്ങൾ കാണണ്ടേ, ഇതെൻ്റെയും കൂടെ അമ്മയാ, എൻ്റെ യഥാർത്ഥ അമ്മയാ, എൻ്റെ സ്വന്തം അമ്മയാ. ആ ഒരു ഫീലിംഗിലേക്ക് നമ്മൾ കയറി വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നഷ്ടപ്പെടില്ല, ഒരാത്മാവും നഷ്ടപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് അല്പോടെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒത്തിരി സ്ത്രീകള്, സ്ത്രീ ജനങ്ങള് നമുക്കറിയാം, അവർ കുഞ്ഞിന് ജന്മം കൊടുക്കും. ഞാൻ കേട്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ തല മാത്രം, ഒരു കുഞ്ഞിന് തല മാത്രമേ ഉണ്ടായിരുന്നു, ഉടലില്ലാതെ പ്രസവിച്ചു എന്ന് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, നിങ്ങളിങ്ങനെ ചിന്തിക്കുക. സഭയെടുക്കുക. സഭയുടെ ശിരസാര യേശു ക്രിസ്തു. സഭയുടെ ഉടലാരാ? സഭയാകുന്ന ഉടലാരാ? നമ്മൾ. ഇനി നമ്മൾ മനസ്സിലാക്കണം, അമ്മ മാതാവ് 9 മാസക്കാലം ശിരസാകുന്ന യേശു ക്രിസ്തുവിനെ വഹിച്ചിട്ട് ഉദരത്തിൽ സംവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിരസ് മാത്രമല്ല സംവഹിച്ച് ആരെ കൂടി സംവഹിച്ചു? നമ്മളെയും കൂടി സംവഹിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു അമ്മ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പിറന്നു വീണ പോലെ തന്നെ നമ്മളും എവിടെ നിന്ന് പിറന്നു വീണേക്കണയാ? നമ്മുടെ അമ്മ മാതാവിൽ നിന്നും വന്നേക്കണയാ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നേ, എനിക്കും അല്ലെങ്കിൽ ഈശോയ്ക്കും നമുക്കും രണ്ടമ്മയല്ല, ഒരേ ഒരമ്മ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എപ്പോഴാ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു മനുഷ്യവംശവുമായിട്ട് മനുഷ്യവർഗത്തോട് ഐക്യപ്പെട്ടത്? എപ്പോഴാണോ യേശുക്രിസ്തു പരിശുദ്ധ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഉദരത്തിൽ നിന്നും ശരീരം എപ്പോൾ സ്വീകരിച്ചോ ആ നിമിഷം മനുഷ്യവർഗത്തോട് മുഴുവനും യേശുക്രിസ്തു ഐക്യപ്പെടുകയാ. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, യേശുക്രിസ്തു മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച സമയത്ത് ആ ഉദരത്തിൽ ആരുണ്ടായിരുന്നു? മനുഷ്യവർഗം മുഴുവനും ആ സമയത്ത് ആ ഉദരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പഠിപ്പിച്ചു വയ്ക്കുക. അതിനാൽ പറയുന്നു, പരിശുദ്ധ കന്യകാമറിയം ശിഷ്യന്മാരുടെ മാത്രം അമ്മയല്ല, മനുഷ്യവർഗം മുഴുവൻ്റെയും യഥാർത്ഥ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന്. എന്നിട്ട് ഈശോ അതിനെക്കുറിച്ച് അൽഫോൻസ് ലിഗോരി തന്നെ പറയുന്ന ഒരു വ്യാഖ്യാന പ്രകാരമാണ്, പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ആരുടെയും രണ്ടാനമ്മയല്ല, ഒന്നാമത്തെ അമ്മയാണ്, യഥാർത്ഥ അമ്മയാണ്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ജന്മം നൽകിയ ഒരമ്മയുണ്ടെങ്കിൽ ആ അമ്മയാണ് രണ്ടാനമ്മ. നമുക്ക് വീട്ടിലൊരു അമ്മയുണ്ടല്ലോ, ശാരീരികമായി നമുക്ക് ജന്മം നൽകിയ അമ്മ, അത് നമ്മുടെ രണ്ടാനമ്മയാ. നമ്മുടെ യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ശാരീരികമായിട്ട് നമ്മുടെ അമ്മ, നമ്മുടെ വീട്ടിലെ അമ്മ നമുക്ക് ജന്മം നൽകുന്നതിന് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ കന്യകാമറിയം നമുക്കോരോരുത്തർക്കും ജന്മം തന്നുകൊണ്ട് നമ്മുടെ അമ്മയായി തീർന്നവളാ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ഈ ഭൂമിയിൽ വെച്ചുള്ള മാത്രം അമ്മയല്ല. നമുക്ക് വീട്ടിൽ നമുക്ക് ശാരീരികമായി ജന്മം നൽകിയ അമ്മ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇല്ല. പക്ഷേ നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തിക്കഴിയുമ്പോഴും നമുക്കൊരമ്മയുണ്ട്. ആ അമ്മ ഏതാണ്? പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് പറയുന്ന വിശുദ്ധർ പറഞ്ഞു വെക്കുന്ന, അൽഫോൻസ് ലിഗോരി പറഞ്ഞു വെക്കുന്ന കാര്യപ്രകാരമാണ്, നമുക്കും ഈശോയ്ക്കും രണ്ടമ്മയല്ല, ഒരേ ഒരമ്മയുള്ളൂ. നമ്മുടെ യഥാർത്ഥ അമ്മ മറ്റാരുമല്ല, അത് പരിശുദ്ധ കന്യകാമറിയമാണ്. യഥാർത്ഥ മരിയ ഭക്തി, അമ്മ മാതാവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറെ നൊവേനയിൽ പങ്കുചേരുന്നതോ പരിശുദ്ധ മറിയത്തിൻ്റെ കുറെ അപദാനങ്ങൾ പാടുന്നതോ
ഏതെങ്കിലും പ്രാർത്ഥനകൾ ചിലത് മാത്രം ഉരുവിടുന്നതോ അല്ല യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്നത്. മറിച്ച് പരിശുദ്ധ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് സ്നേഹിച്ച് ആ അമ്മയുടെ കൂടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ മരിയ ഭക്തി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ആവേ മരിയ. ശക്തിയോടെ പറഞ്ഞേ ഹാവേ മരിയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹാവേ മരിയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇങ്ങനെ കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പരിശുദ്ധ അമ്മയെ യഥാർത്ഥ അമ്മയായിട്ട് നമുക്ക് നൽകിയതാണ് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇപ്രകാരമാണ്: മാലാഹമാരും ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരും ഈ പരിശുദ്ധ കന്യകാമറിയത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഈ അമ്മയെ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം? അവർ വളരെ പവ്യതയോടുകൂടി ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് കയറി ചെന്നിട്ട് ആദ്യം നമ്മൾ ഈ മറിയത്തെ കാണുമ്പോൾ നമ്മൾ ഒരൊറ്റ വിളിയാ, അമ്മേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേല് പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഒരു ആജ്ഞ കിട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയുടെ കൂടെ ചെന്നിട്ട് നമ്മൾ മാതാവിനെ കാണുമ്പോൾ വിളിക്കുക, അമ്മേ. അത്രയും വലിയൊരു സ്വാതന്ത്ര്യം മക്കളെ നമുക്ക് കിട്ടിയേക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്രേസ്യ പറയുന്ന ഒരു കാര്യപ്രകാരമാ. പരിശുദ്ധ മറിയത്തിന്റെ രൂപത്തെ നോക്കിയിട്ട് വിശുദ്ധ കൊച്രേസ്യ പറഞ്ഞു, മറിയമേ, നിന്നെക്കാളും ഭാഗ്യവതി ഞാനാ. എന്നിട്ട് അവൾ പറയുവാണ്, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്ന കാര്യപ്രകാരമാണ്, എനിക്ക് ഇത്രയും നല്ല ഒരമ്മയുണ്ടല്ലോ, നിനക്ക് ഇത്രയും നല്ല ഒരമ്മയില്ലല്ലോ. മക്കളെ, അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ള കാര്യത, നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല ഏറ്റവും വലിയൊരു സമ്മാനമാ നമ്മുടെ അമ്മ. ആ അമ്മയെ സ്വന്തം അമ്മയായി കാണണം. അമ്മയെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം സ്നേഹിക്കണം. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ചെറിയൊരു കുറുക്ക് വഴി പറഞ്ഞു തരാം. രാവിലെ എഴുന്നേറ്റ് കുരിശു പറിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് അന്നത്തെ കാര്യങ്ങൾ മുഴുവൻ സമർപ്പിക്കണം. എന്നിട്ട് എൻ്റെ അമ്മച്ചിമാരൊക്കെ അടുക്കളയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അമ്മയോട് പറയണം, അമ്മേ എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വാ. ഒരു പാത്രം എടുക്കുമ്പോൾ അമ്മയോട് പറയണം, അമ്മേ നമുക്ക് കഴുകാം. മുറി അടിക്കുമ്പോൾ അമ്മയോട് പറയണം, വാ നമുക്ക് മുറി അടിക്കാം. ഒരു അരി കഴുകുമ്പോൾ നമ്മൾ അമ്മയോട് പറയണം, നമുക്ക് കഴുകാം അമ്മേ. നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ, വാ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കമ്മേ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ അമ്മയെ എപ്പോഴും കൊണ്ടുപോയി നടക്കണം. എന്ത് ചെയ്യുമ്പോൾ ഈ അമ്മയോട് പറഞ്ഞുകൊണ്ട് ചെയ്യണം. പ്രിയപ്പെട്ടവർ, ഈ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോടെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ ഈ അമ്മയുടെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റുന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ തന്നെയാണ് നിങ്ങൾ ഇരിക്കുമ്പോൾ, ഇതേ തൊട്ടടുത്തൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. നിങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അടുത്ത് ഇരിക്കുക, അമ്മ എനിക്ക് മനസ്സിലാക്കിത്താ, അമ്മ എന്നെ പഠിപ്പിക്കുക. ഇത് അമ്മയോട് പറയുമ്പോൾ, നമ്മുടെ അടുത്ത് അമ്മ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല, നമ്മളെ ഉറങ്ങാനായിട്ട് അമ്മ അനുവദിക്കില്ല. അച്ഛൻ ഇവിടെ പറയുന്ന കാര്യം പലർക്കും മനസ്സിലാകുന്നില്ല പോലും, അമ്മ മാതാവ് അത് നമ്മുടെ മനസ്സിൽ അത് ഇട്ടിട്ട് തരും. അത് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തില് 19-ാമത്തെ അധ്യായം 25 മുതലുള്ള വചനം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈശോ കുരിശിൽ കടന്നുകൊണ്ട് പരിശുദ്ധ മറിയത്തെ സമ്മാനമായിട്ട് തരുന്നത് നമ്മൾ പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കടന്നുകൊണ്ട് യേശുക്രിസ്തു താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന 2 കാഴ്ചകളുണ്ട്. ഒന്നാമത്തെ കാഴ്ച, ഇതാ പരിശുദ്ധ മറിയവും താൻ സ്നേഹിച്ച ശിഷ്യനും കുരിശിനോട് ചേർന്ന് നിൽക്കുന്നത് കാണുകയാണ്. എന്താ മക്കളെ ഇതിന്റെ അർത്ഥം? എന്താ? ഒരു ദൈവ പൈതൽ രക്ഷ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചേർന്ന് നിൽക്കേണ്ടത് ഒന്നെങ്കിൽ കുരിശിനോട്, ഇല്ലെങ്കിൽ ഈശോയോട്, അല്ലെങ്കിൽ കുർബാനയോടായിരിക്കണം. ഒന്നാമതായി. രണ്ടാമതായിട്ട് ഈശോ കുരിശിൽ കടന്നുകൊണ്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഈശോ കാണുന്ന കാഴ്ച, രണ്ടാമത്തെ കാഴ്ച ഇതാണ്: താൻ സ്നേഹിച്ച ശിഷ്യൻ മറിയത്തോട് ചേർന്ന് നിൽക്കുന്ന കാണുകയാണ്. എന്ന് വെച്ചാൽ രണ്ടാമത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ രണ്ടാമത് ചേർന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ
അമ്മ മാതാവിനോട്. ഒന്ന് കുർബാന, ഈശോ, കുരിശ്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ചേർന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ മറിയത്തോടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് അല്ലെങ്കിൽ ഈ കുരിശിൽ കടന്നുകൊണ്ട് വീണ്ടും ഈശോ താഴത്തേക്ക് നോക്കിയിട്ട് താൻ സ്നേഹിച്ച ശിഷ്യനോടും ഈ അമ്മയോടും പറയുന്നൊരു കാര്യമുണ്ട്. ശിഷ്യനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. ഈ മറിയത്തോട് പറയുന്നു, ഇതാ നിന്റെ മകൻ. വചനം മുന്നോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഈ കാണുന്ന ശിഷ്യൻ ഈ മറിയത്തെ ഈ സ്വന്തം അമ്മയായിട്ട്, ഈ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, ആരാണ് യഥാർത്ഥത്തിൽ ശിഷ്യൻ? യേശുക്രിസ്തുവിനെ ഏകനാഥനും ഏകരക്ഷകനുമായിട്ട് ആരൊക്കെ സ്വീകരിക്കുന്നോ അവരാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യർ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യർക്ക് യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആര്? പരിശുദ്ധ അമ്മ. പക്ഷെ ദൈവമക്കൾ ശിഷ്യർ ചെയ്യേണ്ട കാര്യം എന്താ? മറിയത്തെ സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ഭവനത്തിൽ കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ ആ കുടുംബം മുഴുവനും, ആ വ്യക്തി മുഴുവനും അനുഗ്രഹം പ്രാപിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഏലീശ പുണ്യവതി. ഏലീശായുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ മാതാവ് കടന്നു ചെന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. അവളുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. എന്ന് വെച്ചാൽ അമ്മ മാതാവിനെ ഒരു വ്യക്തി സ്വന്തമാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കൃപയാണ് പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇതിന് മറ്റൊരു ഉദാഹരണമല്ല, അപ്പസ്തോല പ്രവർത്തനത്തിൽ അമ്മ മാതാവിനോട് ചേർന്ന് സ്ലീഹന്മാര് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? പെന്തക്കുസ്ത അനുഭവം, പരിശുദ്ധാത്മാവിയ അഭിഷേകം കടന്നു വരിക. എന്ന് വെച്ചാൽ അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ, ആര് അമ്മയെ സ്വന്തമാക്കി ആ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ മക്കളെ, അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ അനുഭവമാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവർ, ഈ അമ്മ മാതാവിനെ സ്വന്തമാക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കാര്യമാണ് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്ന കാഴ്ചയുണ്ട്. ആര് ദൈവത്തിൻ്റെ വചനം അറിഞ്ഞ് സ്വീകരിച്ച് അത് ജീവിച്ചോ അവരിൽ ഞങ്ങൾ വസിക്കും. ഇതാ വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തില് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി സ്വീകരിച്ച് അത് ജീവിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് പരിശുദ്ധ മറിയമാ. അപ്പൊ പരിശുദ്ധ മറിയത്തിൽ ആര് വസിക്കുന്നുണ്ട്? ത്രിത്വം. എന്ന് വെച്ചാൽ മറിയത്തെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തി, മറിയത്തെ സ്വന്തമാക്കുന്ന ഒരു ഭവനത്തിൽ കടന്നു വരുന്ന രണ്ടാമത്തെ കാര്യമാണ് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിൽ കടന്നുകൊണ്ട് നമുക്ക് മറിയത്തെ നമ്മുടെ അമ്മയായി തന്നു. ശരിക്കും പരിശുദ്ധ കന്യാമറിയം നമ്മുടെ അമ്മയായത് എപ്പോഴാ? അപ്പോഴല്ല പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് മിശിഹ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചത്, ആ നിമിഷം തൊട്ട് മറിയം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി തീർന്നതാ. പക്ഷെ ഈ കുരിശിൽ കിടന്ന് സംഭവിച്ച കാര്യം എന്താ? അവിടെ 3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം ഇപ്രകാരമാണ്: മറിയം നമ്മുടെ അമ്മയാണ് എന്ന് യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ് കുരിശിൽ കടന്നുകൊണ്ട് ചെയ്തത്. ശ്രദ്ധിക്കണം, മറിയം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് കുരിശിൽ കടന്നുകൊണ്ട് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്ന് വെച്ചാൽ ഗബ്രിയേൽ മാലാഖിയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മറിയം ദൈവമാതാവാണ് എന്ന്. പക്ഷേ ഈശോയാണ് പറയുന്നത് മറിയം നമ്മുടെ യഥാർത്ഥ അമ്മയാണ് എന്നുള്ള കാര്യം. അപ്പൊ കുരിശിൽ കടന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്, കുരിശിൽ കടന്നുകൊണ്ട് പറയുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ അർത്ഥം ഇതാണ്: ക്രിസ്തുവിനെ സഹോദരനായിട്ട് കിട്ടണമെങ്കിൽ മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കണം. മനസ്സിലാക്കണം, ക്രിസ്തുവിനെ സഹോദരനായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ മറിയത്തെ
അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കണം. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നാം മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കുന്നതിലൂടെ നാം ദത്തുപുത്രരാകുന്നു, ഒപ്പം ഈശോയുടെ സഹോദരങ്ങളുമായി തീരുന്നു. ഇതാണ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ച രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മറിയത്തെ മാതാവായിട്ട് ആര് സ്വീകരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിക്കോ, ആ നിമിഷം തൊട്ട് മറിയം അമ്മ എന്ന നിലയിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട മുഴുവനും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാ. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തെ നമ്മൾ അമ്മയായിട്ട് സ്വീകരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേ മറിയം അമ്മ എന്ന നിലയിൽ നമുക്ക് ചെയ്തു തരേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ തുടങ്ങും. നമ്മൾ മറിയത്തെ സ്വീകരിക്കാതെ നമ്മളിങ്ങനെ ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നാൽ അമ്മ എന്ന നിലയിൽ നമുക്ക് ചെയ്തു തരേണ്ട പല കാര്യങ്ങളും മറിയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. നമുക്ക് മറിയത്തിൽ നിന്ന് സകല കൃപകളും കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മറിയത്തെ അമ്മയായി, യഥാർത്ഥ അമ്മയായി കണ്ട് സ്വീകരിക്കണം. നമ്മൾ കണ്ടു കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില വ്യക്തികൾ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം, ഈശോ മരിക്കുമ്പോൾ മാതാവ് തനിച്ചാകുന്നത് കൊണ്ട് യോഹന്നാനെ ഏൽപ്പിച്ചിട്ട് പോയി എന്ന് ചില വ്യക്തികൾ പറയാറുണ്ട്. സത്യത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതല്ല അവിടെ സംഭവിച്ചേക്കണേ. പ്രിയപ്പെട്ടവർ, യോഹന്നാന്റെ കൈകളിലേക്ക് മറിയത്തെ കൊടുക്കുകയല്ല ചെയ്തേക്കണേ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ആ ചെയ്യുന്ന കാര്യത്തിന് അർത്ഥം ഇത്രയേ ഉള്ളൂ. യോഹന്നാനിലും എല്ലാ ശിഷ്യരിലും യേശുക്രിസ്തുവിനെ രൂപപ്പെടുത്താനായിട്ട് മറിയത്തിന് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സത്യത്തിൽ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ ആ വചനത്തിലൂടെ മറിയത്തിന് കൊടുക്കുന്ന ദൗത്യം. മറിയത്തെ പിന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് യോഹന്നാൻ ഏൽപ്പിക്കുകയല്ല, മറിച്ച് യോഹന്നാനിലും എല്ലാ ശിഷ്യരിലും മാമോദീസ സ്വീകരിക്കുന്ന മുഴുവനും മക്കളില് യേശുക്രിസ്തുവിനെ രൂപപ്പെടുത്താനായിട്ട് ദൈവം, അല്ലെങ്കിൽ ഈശോ മറിയത്തിന് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുക യഥാർത്ഥത്തിൽ ചെയ്യുന്നേ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാന്റെ ജീവിതം പിന്നീട് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. യോഹന്നാൻ മറിയത്തെ സ്വീകരിച്ച ആ നിമിഷം തൊട്ട് മറിയത്തിന് വിധേയപ്പെട്ട് എന്തുമാത്രം മറിയത്തെ സ്നേഹിക്കാൻ പറ്റുമോ അങ്ങനെ സ്നേഹിച്ച് സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്നുള്ള വചനം അവിടെ നിറവേറപ്പെടുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. മക്കളെ, നമ്മളിൽ ഈശോ രൂപപ്പെടണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറിയത്തെ അമ്മയായി സ്വീകരിച്ചേ പറ്റൂ. മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു രൂപപ്പെടാൻ ബുദ്ധിമുട്ടാണ്. യേശുക്രിസ്തു രൂപപ്പെടാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കണം. ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് യോഹന്നാന് ഏറ്റവും ആദ്യം മറിയത്തെ സ്വന്തം അമ്മയായിട്ട് ലഭിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാരണമാണ്. അതിനെക്കുറിച്ച് വിശുദ്ധാത്മാക്കൾ പറയുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ വിശ്വസ്തയോടെ നിന്നു. രണ്ടാമത്തെ കാര്യപ്രകാരമാണ് പറയുന്നത്, യേശുവിൻ്റെ വശസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ചാരിക്കടന്നുകൊണ്ട് ഹൃദയവേദന കൈമാറാനായിട്ട് പറ്റി. നമുക്കും മറിയത്തെ സ്വന്തം അമ്മയായി കിട്ടാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ കുരിശ് വരുമ്പോൾ, വേദന വരുമ്പോൾ, തകർച്ച വരുമ്പോൾ വിശ്വസ്തയോടെ, പിറുപിറുപ്പാതെ, പടിചാരാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ നമ്മൾ നിൽക്കാൻ തുടങ്ങിയാൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു സമ്മാനമായിട്ട് അമ്മ മാതാവിനെ നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ മറിയത്തോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ. എന്താ മക്കളെ എൻ്റെ അർത്ഥം എന്താ? അതിനെക്കുറിച്ച് ഇത് ഒരു വ്യാഖ്യാനം കൂടി പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, ഇതാ നിന്റെ മകൻ എന്ന് പറയുമ്പോൾ മറിയത്തോട്, അമ്മയോട് ഈശോ ഇങ്ങനെ പറയുവാണ്, മറിയമേ, എൻ്റെ അമ്മേ,
ഞാനൊരു കുഞ്ഞി കാര്യം കൂടി പറഞ്ഞു തരുവാ, മറ്റൊന്നുമല്ല, എന്നെ സ്നേഹിച്ച പോലെ ഈ യോഹന്നാനെ സ്നേഹിക്കണം. മറിയമേ, അമ്മേ, എന്നെ വളർത്തിയ പോലെ ഈ യോഹന്നാനെ വളർത്തണം. എന്നെ പരിപാലിച്ച പോലെ ഈ യോഹന്നാനെ പരിപാലിക്കണം. എന്നെ പരിശീലിപ്പിച്ച പോലെ ഈ യോഹന്നാനെ പരിശീലിപ്പിക്കണം. ഇവനൊരു കുറവ് പോലും വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം. ഇതാണ് ശരിക്കും ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് അമ്മയെ ഫലമേൽപ്പിക്കുമ്പോൾ ഈശോ അമ്മയോട് പറയുന്നത്. എന്നിട്ട് ചേർന്ന് ഇങ്ങനെ കൂടെ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ അമ്മയോട് പറഞ്ഞു കൊടുക്കുവാണ്, ഞാൻ ദൈവപുത്രനായിരുന്നു, അവൻ വെറും പച്ചയായ മനുഷ്യനാ. അതുകൊണ്ട് എന്നെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ സ്നേഹിച്ചോണം, എന്നെ പരിഗണിച്ചേക്കാളും കൂടുതൽ പരിഗണിച്ചോണം, എന്നെ വളർത്തിയതിനേക്കാളും കൂടുതൽ വളർത്തിക്കോണം, എന്നെ ശ്രദ്ധിച്ചതിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ചോണം. എന്ന് വെച്ചാൽ എൻ്റെ ദൗത്യം ഇവിടെ പൂർത്തിയാകുകയാണ്. മറിയമേ, അമ്മേ, നിന്റെ ദൗത്യം യുഗാന്ത്യം വരെ നീണ്ടു നിൽക്കും. ദൗത്യം മറ്റൊന്നുമല്ല, ഓരോരുത്തരെയും എന്നെ സ്നേഹിച്ച പോലെ അവരെ സ്നേഹിച്ച് പരിശീലിപ്പിച്ച് വളർത്തി ശ്രദ്ധിച്ച് എന്നെ രൂപപ്പെടുത്താൻ അവരെ ഒരുക്കണം. ഇതാണ് യുഗാന്ത്യം വരെ നീ ചെയ്യേണ്ട ദൗത്യം. ഇത് മറിയത്തെ ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. ഇവിടെ യോഹന്നാന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, യോഹന്നാനെ, ഞാൻ എൻ്റെ അമ്മയെ, എൻ്റെ സ്വന്തം ഈ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയായി എന്തുമാത്രം സ്നേഹിച്ചെന്ന് നിനക്കറിയാമോ? ഇതുപോലെ നീയും, യോഹന്നാനെ, നീയും ഈ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം സ്നേഹിച്ചോണം. യോഹന്നാനോട് രണ്ടാമത് പറയുന്നു, ഞാൻ ഈ അമ്മയ്ക്ക് എപ്പോഴും വിധേയപ്പെട്ട ജീവിച്ച് നീയും ഈ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചോണം. മൂന്നാമത് പറയുന്നു, യോഹന്നാനെ, ഞാൻ ഈ അമ്മയെ എന്നും അനുസരിച്ചായിരുന്നു, നീയും എന്നും അനുസരിച്ചോണം. പ്രിയപ്പെട്ടവരെ, നാലാമത് പറയുവാണ്, നിന്നെ ഒരുക്കാനായിട്ട് ഞാൻ തന്നിരിക്കുന്നത് ഈ അമ്മ മാതാവാണ്. നിന്നെ കുർബാനയ്ക്കായിട്ട്, നിന്നെ ബലിക്കായിട്ട് ഒരുക്കുന്നത് ഈ അമ്മയായിരിക്കും. നീ തളരുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, നിന്നെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ വരുമ്പോൾ നീ ഓടിച്ചെല്ലേണ്ടത് മറ്റാരുടെ അടുത്തേക്കല്ല, ഈ അമ്മയുടെ അടുത്തേക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ മരണസമയത്തും നീ കുരിശിൽ കയറുമ്പോഴും നിന്റെ ഒപ്പം ഈ മറിയവും കാണും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളോട് ദൈവം ഈശോ പറയുന്ന കാര്യം ഇതാ, ഞാൻ എൻ്റെ അമ്മയെ ഒത്തിരി സ്നേഹിച്ചായിരുന്നു കേട്ടോ കുഞ്ഞെ, ഞാൻ എൻ്റെ അമ്മയെ ഒത്തിരി അനുസരിച്ചായിരുന്നു കേട്ടോ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വിധേയപ്പെട്ടാട്ടോ ജീവിച്ചേ. എൻ്റെ മക്കളെ, നിങ്ങളും ഈ അമ്മയെ ഒത്തിരി സ്നേഹിച്ചോ, നിങ്ങൾ ഈ അമ്മയെ അനുസരിച്ചോ, നിങ്ങൾ ഈ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചോ. അങ്ങനെയാകുമ്പോൾ ഈ അമ്മ ബലിക്കായിട്ട് സ്വർഗത്തിലെത്തിക്കാനായിട്ട് അമ്മ നിങ്ങളെ ഒരുക്കും. എന്നിട്ട് ആ ഈശോ പറയുക, മക്കളെ, നിങ്ങൾക്കൊക്കെ ഒറ്റപ്പെടലുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, തകർച്ചയുണ്ടല്ലോ, നിങ്ങൾ പലയിടത്തേക്ക് ഓടണ്ട. നിങ്ങളുടെ ഓട്ടം നിർത്തിയിട്ട് നിങ്ങൾ ഓടേണ്ടത് മറിയത്തിൻ്റെ അടുത്തേക്ക് ഓട്. മറിയത്തിൻ്റെ അടുത്തേക്ക് ഓട്. അവളുടെ അടുത്തേക്ക് ഓടിയാൽ അവൾ നിങ്ങൾക്ക് തരേണ്ടത് എല്ലാ കാര്യവും തരുക മാത്രമല്ല, ആ കാണുന്ന അമ്മ നിങ്ങൾ മരണസമയത്ത് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കും എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹം നമുക്ക് ഈശോ ഏൽപ്പിച്ചു തരികയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നാളെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ. നമുക്ക് ഈ അമലോത്ഭവ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം എന്താണ് അമലോത്ഭവം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവള നമ്മുടെ അമ്മ, ജന്മപാപമില്ലാതെ ജനിച്ചവള നമ്മുടെ അമ്മ. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ജന്മപാപമില്ലാതെ ഉത്ഭവപാപമില്ലാതെ സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ഞാൻ അതിനെക്കുറിച്ച് അതുകൊണ്ട് വിപുലമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധിയായിട്ടുള്ള അമ്മയോട് ചേർന്ന് അമ്മേ പരിശുദ്ധിയുടെ നീലക്കാപ്പ കൊണ്ട് പൊതിയണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷം 2 കരങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. 2 കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടു,
നമ്മൾ ചുമ്മാ കേട്ടിരുന്നിട്ട് പോയിട്ട് നമുക്ക് കാര്യമില്ല മക്കളെ. നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അമ്മ പരിശുദ്ധ മറിയം നമ്മുടെ സ്വന്തം അമ്മയാകണം. ആ അമ്മയെ കണ്ട് സ്നേഹിക്കണം. അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. പ്രിയപ്പെട്ടവരെ, അതിനാദ്യം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പരിശുദ്ധ മറിയത്തിന് ഉന്നതമായ ഒരു സ്ഥാനമുണ്ട്. ബൈബിളിൽ നമ്മൾ കണ്ടു, സഭയിൽ നമ്മൾ കണ്ടു, ഈ കാലഘട്ടത്തിൽ കണ്ടു. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ മറിയത്തിനാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഈ അമ്മയെ നമ്മുടെ സ്വന്തമായിട്ട് ഇന്ന് വരെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഒത്തിരി വിശുദ്ധര് ഈശോയുടെ കണ്ണിലൂടെ മറിയത്തെ കണ്ടു, ഈശോയുടെ ഹൃദയഭാവത്തോടെ മറിയത്തെ സ്നേഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് മാതാവ് എന്ന് പറയുന്നത് തന്നെ ഒരനുഭവമായിരുന്നു. അതുകൊണ്ടല്ലേ മോൺഫോർട്ട് പറയുന്ന കാര്യം, മറിയമേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് കടമെടുത്ത് പറഞ്ഞ കാര്യമാണ്. ഞാനും പൂർണ്ണമായും അമ്മേ നിന്റേതാ. എൻ്റെ മക്കളെ, അവർക്കത് പറയാൻ പറ്റിയത് അവർ പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി കണ്ടു, സ്വീകരിച്ചു, സ്നേഹിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്വന്തം അമ്മയാ. നമുക്ക് രണ്ടാനമ്മയല്ല പരിശുദ്ധ മറിയം. ഈശോയ്ക്കും നമുക്കും ഒരേ ഒരമ്മയുള്ളൂ. നമ്മൾ രണ്ടുപേരും വന്നത് ആ അമ്മയുടെ ഉദരത്തിൽ നിന്നാ. നമ്മുടെ യഥാർത്ഥ അമ്മ പരിശുദ്ധ അമ്മ മാതാവാ. അതുകൊണ്ട് നമുക്ക് നെഞ്ചിലേക്ക് കരങ്ങൾ ചേർത്ത് വെച്ച്, എൻ്റെ സ്വന്തം അമ്മയെ എന്നെ കാക്കണമേ, എന്നെ പരിപാലിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ എപ്പോഴും വളർത്തണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ നല്ലൊരമ്മയെ, എൻ്റെ സ്വന്തമായിട്ട് അമ്മേ എന്നെ സ്വീകരിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ഒരു നിമിഷം കണ്ണടച്ച് തൊട്ടു മുമ്പില് അമ്മ മാതാവ് നിൽക്കുന്നതൊന്ന് മനസ്സിൽ കാണുക. ജീവനോടെ നമ്മുടെ അമ്മ നമ്മുടെ തൊട്ടു മുമ്പിൽ. അമ്മ നമ്മുടെ മുമ്പിലേക്ക് കൈ നീട്ടുക, കരം നീട്ടുക. നമ്മളൊരു കുഞ്ഞിനെ പോലെ, ഒരു ഉണ്ണിയെ പോലെ, ഒരു കുഞ്ഞു വാവയെ പോലെ നമ്മൾ അയക്കേ. അമ്മയെ വട്ടം ഒന്ന് കെട്ടിപ്പിടിച്ച് അമ്മയോട് പറഞ്ഞ്, അമ്മേ, എൻ്റെ സ്വന്തം അമ്മേ, എൻ്റെ യഥാർത്ഥ അമ്മേ, ഈ ഉദരത്തിൽ നിന്നും ഈ ഉടലിൽ നിന്നാണല്ലോ ഞാനും ജനിച്ചത്. അമ്മ എന്നെ കൈവിടല്ലേ. അമ്മ സകല കൃപകളുടെയും ദാതാവാണല്ലോ. സകല കൃപകളും നിറഞ്ഞു നിൽക്കുന്ന അമ്മേ, എന്നെ അമ്മയുടെ നീലക്കാപ്പ കൊണ്ട് പൊതിയണമേ. എത്ര നല്ലൊരു അമ്മയാ, എന്റെ സ്വന്തം അമ്മയല്ലേ. എൻ്റെ അമ്മേ, എന്നെ കൈവിടല്ലേ. ഈശോയെ പോലെ എന്നെ ഒന്ന് പരിശീലിപ്പിക്കണമേ, എന്നെ ഒന്ന് സ്നേഹിക്കണമേ, എന്നെ ഒന്ന് വളർത്തണമേ, എന്നെ സ്വന്തമാക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാം. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ഒരുമിച്ച് എല്ലാവരും ആഗ്രഹിച്ചേ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ഒരു നിമിഷം കൂടി നമ്മൾ വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മയെ ഒരു സ്നേഹ ചുംബനം കൊടുക്കാം. അമ്മയുടെ വിരൽത്തുമ്പിൽ നമുക്ക് പിടിക്കാം. അമ്മയോട് പറയണം, അമ്മേ, ഞാൻ പോകുന്നിടത്തൊക്കെ അമ്മ കൂടെ വരണം. ഞാൻ എന്ത് അധ്വാനിക്കാൻ പോകുമ്പോഴും അമ്മ എന്നെ സഹായിച്ചേക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ അമ്മ എൻ്റെ തൊട്ടടുത്തുണ്ടാകണം. എന്നെ ബലിക്കായിട്ട് അമ്മയല്ലേ ഒരുക്കുന്നേ. അമ്മേ, ഞാൻ തളരുമ്പോൾ, ഞാൻ ഒറ്റപ്പെടുമ്പോൾ, ഞാൻ ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയായി തീരുമ്പോൾ, ഞാൻ ആകപ്പാടെ ജീവിതത്തിൽ മരവിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് അമ്മയുടെ കൈ വിട്ടു പോകാതെ ആ കൈയെ പിടിച്ചുകൊണ്ട് എപ്പോഴും അമ്മയുടെ കൂടെ വരാൻ, ഏത് തളർച്ചയിലും, ഏത് രോഗത്തിലും, ഏത് പട്ടിണിയിലും, ഏത് ദാരിദ്ര്യത്തിലും അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ അമ്മേ എന്നെ ഒന്ന് സഹായിച്ചേക്കണേ. അമ്മയുടെ വിരൽത്തുമ്പിൽ നിന്നും വിടാത്ത ഒരു ജീവിതം നയിക്കുവാൻ അമ്മ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി വിളിച്ചു പാടിക്കേ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ,
എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എല്ലാവരും ചേരാ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്ക് മക്കളെ. ഈശോ അമ്മയെ, നമ്മുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന അമ്മയെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈശോയെ അമ്മ സ്നേഹിച്ച പോലെ നമ്മളെ സ്നേഹിക്കും. ഈശോയെ അമ്മ വളർത്തിയ പോലെ നമ്മളെ വളർത്തും. ഈശോയെ പരിഗണിച്ച് സ്നേഹിച്ച് പരിപാലിച്ച പോലെ നമ്മുടെ അമ്മ നമ്മളെ പരിപാലിക്കും, നമ്മളെ പരിശീലിപ്പിക്കും. ഇതാ അമ്മ നമ്മളെ ഏറ്റെടുക്കുക, അമ്മയുടെ സ്വന്തമാക്കി നമ്മൾ മാറുക. അമ്മയ്ക്ക് നമ്മളെ തന്നെ അടിമ വയ്ക്കുക. അമ്മയുടെ മുഴുവനും കൃപകള്, അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന മുഴുവനും പുണ്യങ്ങള്, അമ്മയിലുള്ള മുഴുവനും സ്വഭാവങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടാൻ പോവുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, അമ്മേ, എൻ്റെ സ്വന്തമായ അമ്മേ, എൻ്റെ യഥാർത്ഥ അമ്മേ, ഇതാ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു, അമ്മയെ ഞാൻ ചേർത്ത് പിടിക്കുന്നു. അമ്മയുടെ മകനായി, അമ്മയുടെ മകളായി എന്നെ മാറ്റണമേ എന്നുള്ള ആഗ്രഹത്തോടെ സ്വരമുയർത്തി ആഗ്രഹത്തോടെ വിളിച്ചു സ്തുതിക്കാമോ? ഹല്ലേലൂയാ. ഹോരാ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അമ്മേ, എന്റെ സ്വന്തം അമ്മേ, എന്റെ എല്ലാമായ അമ്മേ, എന്റെ യഥാർത്ഥ അമ്മേ, എനിക്ക് വലിയൊരു ദൈവാനുഭവം തരണമേ. അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കാണാൻ, അമ്മയുടെ ഹൃദയഭാവത്തോടെ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ, അമ്മയുടെ സ്വന്തമായി തീരാൻ എനിക്കൊരു കൃപ തരണേ അമ്മേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാഹാരിയ റിയ 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 റിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഇതാ അമ്മയോട് ചേർന്ന്, ഇതാ സ്നേഹന്മാരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ സ്വരം കേൾക്കണമേ, ഞങ്ങളുടെ ദാഹം കാണണമേ, ഞങ്ങളുടെ നെഞ്ചിന്റെ വേദന കാണണമേ. ഒരിക്കൽ പോലും അമ്മയെ വിട്ടുപോകാതെ, അമ്മയുടെ ജപമാല വിട്ടുപോകാതെ, അമ്മയുടെ കരം വിട്ടുപോകാതെ, ഞങ്ങളുടെ സ്വന്തം അമ്മയായിട്ട് തന്നിരിക്കുന്ന, സ്വർഗം തന്നിരിക്കുന്ന അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. എന്തു നല്ല അമ്മേ, എന്റെ സ്വന്തം അമ്മേ. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണടച്ചൊരിക്കൽ കൂടി വിളിച്ചേ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ. അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കാം, അമ്മേ, ഞാൻ ഇനി വിട്ടുപോകില്ല, എന്റെ സ്വന്തം അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ മക്കളാ ഞങ്ങള്. അമ്മയുടെ വിമല ഹൃദയത്തിന് അടിമ വെച്ച മക്കളാ ഞങ്ങള്. നഷ്ടപ്പെട്ടു പോകാൻ ഇനി എന്തൊക്കെ ജീവിതത്തിലുണ്ടായാലും, ഏതൊക്കെ അവസ്ഥ വന്നാലും, അമ്മയുടെ വിരൽത്തുമ്പിൽ നിന്നും ഇനി പിടിപിടാതെ ജീവിക്കാൻ, അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന്, അമ്മയുടെ ചൂട് അനുഭവിച്ച്, അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ ജീവിക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.